Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. കുറച്ച് നാളായി നമ്മൾ കുറച്ച് വെളിരാജ്യത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലേ തുടങ്ങി എന്ന് പറയരുത്. കാര്യം ആ വെളിരാജ്യത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉള്ള ഒരു സാധനം ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇല്ലേ പിന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമോ? പക്ഷെ ഇവിടെ വെച്ചിട്ട് ഞാൻ എന്തോരം എന്താ പറയുക അബ്രോഡ് സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്നാ ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് എന്നതേലും ഒന്ന് നമുക്ക് ഉണ്ടാക്കണ്ടായോ? അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പീനട്ട് ബട്ടർ വെച്ച്. സാധാരണ ഗതിയിൽ നമ്മളെല്ലാവരും ഞാൻ എപ്പോഴും ഇവിടെ പറയുകയും ചെയ്യും ബട്ടർ വെച്ചുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. എന്നാൽ ഈ കപ്പലണ്ടി മണ്ടിപ്പരിപ്പ് ഇതൊക്കെ ആണെങ്കിൽ ബദാം ഇതൊക്കെ അരച്ച് ചേർക്കുവാണെങ്കിൽ കറിക്കൊക്കെ ഇച്ചിരി സ്വാദ് കൂടുകയും ചെയ്യും. അതേകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ പീനട്ട് ബട്ടർ സാത്തേ ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. സാത്തേ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റാർട്ടർ. ആ ഒരു സ്റ്റാർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഏറ്റവും നല്ല ഡിപ്പ് എന്ന് പറയുന്നതും പീനട്ട് സോസാണ്. എന്നാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഒരു കറി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ദാറ്റ്സ് വെരി ഗുഡ് അല്ലേ? ഭയങ്കര ടേസ്റ്റാണ്. സാത്തേ എന്ന് പറയുന്ന ചിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സ്റ്റാർട്ടറാണ്. അത് സ്ക്യൂവറിൽ വെച്ച് ചെയ്യുന്ന ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. സോ ടേസ്റ്റി. അത് നമ്മളെപ്പോഴും വീട്ടിൽ ട്രൈ ചെയ്യണം. വല്ലപ്പോഴും നമുക്ക് വെളിയിലൊക്കെ കഴിക്കാൻ കിട്ടും. പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയാൻ മേലല്ലോ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കാണിച്ചാലല്ലേ അറിയത്തുള്ളൂ എന്ന് പോയി ചോദിക്കും എൻ്റെ അടുത്ത്. നമ്മൾ ഒരു പ്രാവശ്യം ഈ അടുക്കളയിൽ ഒരു പ്രാവശ്യം നമ്മൾ സാത്തേ ഉണ്ടാക്കണം. ചിക്കൻ സാത്തേ എന്താ വിത്ത് പീനട്ട് ബട്ടർ സോസ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു പ്രാവശ്യം ഇവിടെ നോക്കണം. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പീനട്ട് ബട്ടർ സാത്തേ ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. അതിനകത്ത് ഒരൊറ്റ കാര്യം, ഒറ്റയല്ല രണ്ട് കാര്യമാണ് എക്സ്ട്രാ മേടിക്കാവുന്ന പീനട്ട് ബട്ടർ. അതിപ്പോൾ എല്ലായിടത്തും കിട്ടും. രണ്ടാമത്തത് ബ്രൗൺ ഷുഗർ. അത് ഇപ്പോൾ എല്ലായിടത്തും കിട്ടും. ഇന്നത്തെ കിട്ടത്തുള്ളൂ എന്നൊന്നുമല്ല, എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ് ഇത്. അഥവാ ബ്രൗൺ ഷുഗർ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ട് എങ്കിൽ ഒരു ഓപ്ഷൻ പോലെ ഞാൻ ഫുള്ളി അങ്ങോട്ട് സമ്മതിക്കുകയല്ല. പക്ഷെ എന്നാലും ഇച്ചിരി പനങ്കൽക്കണ്ടം വേണമെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ. ഫസ്റ്റിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നുള്ളത് നോക്കിയോ. ഇതിനകത്ത് ഞാൻ മേടിച്ചേക്കുന്ന കുറച്ച് ബോൺലെസ് ചിക്കനാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുത്തതോ ഏതായാലും മതി. കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇത് കുറച്ച് ബ്രൊക്കോളിയാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടേ നമ്മുടെ സാധാ കോളിഫ്ലവർ മതി. കുറച്ച് പീനട്ട് ബട്ടർ, തേങ്ങാപ്പാല്, ഇച്ചിരി നാരങ്ങാ നീര്, കുറച്ച് ബ്രൗൺ ഷുഗർ, ഫിഷ് സോസ്, കുറച്ച് ഉപ്പ്, ഇനി ഇച്ചിരി മല്ലിയില. ഇത്രയും സാധനമാണ് വേണ്ടത്. ആദ്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് അങ്ങോട്ട് കത്തിച്ച് വെച്ച് ഇതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് ചിക്കൻ ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് വറക്കണം. ചിക്കൻ ബ്രൗൺ എന്ന് പറയുമ്പം കഴിയുന്നതും നമ്മൾ ഇതിപ്പോൾ ഇച്ചിരി വെള്ളത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് അരിപ്പയിലൊന്ന് കുറച്ച് നേരം വെക്കുവാന്നേൽ ഈ വെള്ളമെല്ലാം അങ്ങ് ഊറിപ്പോവേ. അതാ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളമെല്ലാം കൂടെ ഊറി വരുമ്പോഴത്തേനും ഒത്തിരി അങ്ങ് നേരം പിടിക്കും അതൊന്ന് മുരിഞ്ഞ് വരാനായിട്ട്. പക്ഷെ മുരിഞ്ഞ് വരണമെന്ന് ചോദിച്ചാൽ മുരിഞ്ഞ് വരികയും വേണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം എന്നാ ചെയ്യേണ്ടത്, ഞാൻ ഇച്ചിരി ഈ എന്നാ പറയുക ഇറച്ചി ഇതിനകത്തോട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് മൊരിക്കാം. എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഇട്ട് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്. അന്നേരം വെള്ളമൊക്കെ എണ്ണയിലോട്ട് വീഴുമ്പോഴത്തേന് അങ്ങ് പൊട്ടിത്തെറിക്കും. അതൊരു ഇച്ചിരി നേരം പിടിക്കും. എന്നാന്നോ അതാ ഇറച്ചിയിൽ നമ്മൾ ഈ വെള്ളത്തിലിടുമ്പോഴത്തേന് ആ ഇറച്ചിയുടെ നിറം ഒന്ന് മാറും. കണ്ടോ, ഇത് ഇച്ചിരി ഞാൻ മറിച്ചിടുമ്പോഴത്തേന് വെള്ള നിറം വന്നാണ്ടോ. ഈ വെള്ള നിറം അറ്റം ഉള്ളു വരെ ചെന്ന് ആവണം. അപ്പം എന്നാന്ന് വെച്ചാൽ ആ ഉള്ള വെള്ളമെല്ലാം കൂടെ പറ്റി വരുമ്പോഴത്തേനാ ഇങ്ങനെ ആവുന്നേ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇച്ചിരി ധൃതി പിടിച്ചാൽ ഒക്കുകയില്ല.
അത് മാത്രമല്ല ബോൺലെസ് ആയതുകൊണ്ട് വലിയ നേരമൊന്നും എടുക്കുകയില്ല. പക്ഷെ എന്നാലും അതിനൊരു ഇച്ചിരി നേരം എടുക്കും. കാര്യം ഞാൻ എപ്പോഴും പറയുകയല്ലേ, ഇറച്ചി നൂറുന്ന വെള്ളം വെച്ചാൽ ഇറച്ചി വെന്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉള്ളെന്ന് എന്ന് പറഞ്ഞ കൂട്ട് ഇതിനകത്ത് നിന്ന് വെള്ളം എന്തായാലും ഇറങ്ങുമല്ലോ. അപ്പം ആ ഒരു വെള്ളം പറ്റി ഇറച്ചി ഒന്ന് ബ്രൗൺ ആയി വരാനായിട്ട് ഒരു കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ ചിക്കനകത്ത് കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇനി അങ്ങ് എടുക്കുക. ഒരുപാട് ബ്രൗൺ ആക്കണ്ട, ഒരു ഇച്ചിരി ഞാനിപ്പോൾ എടുത്തേക്കുന്ന കൂട്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഈ സവാള ഇടുക. സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഒരു വറ്റൽമുളക് ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇത് തനി നാടൻ കറിയല്ല വെക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ എന്നാൽ അതിന് ഒരു നാടൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മസാലാസ് ഒക്കെ വരുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരു ഇച്ചിരി മൂക്കണം, ബ്രൗൺ ആവണം. ഒരു ഇച്ചിരി ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് മൂക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാലയൊക്കെ ഒന്നിടാം. ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മസാല ഗ്രേവി പോലെ തിക്കാവത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിലോ ആവത്തില്ല. ഇതൊരു ഇച്ചിരി നല്ല ബ്രൗൺ ആവട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി ജീരകപ്പൊടി ഇടാം. ജീരകം ഉണ്ടെങ്കിൽ അതിട്ടേച്ചാലും മതി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ജീരകമാണ് വെച്ചേക്കുന്നത്, പൊടി കുറവാണ്. അതുകൊണ്ട് ഒരു ജീരകം ഉണ്ടെങ്കിൽ അതിട്ടേച്ചാൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയുടെയും ചൊവയൊക്കെ നല്ലോണം ആ റോ ടേസ്റ്റ് മാറണം. മാറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചൊവ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും. ഒരു ബ്രൗൺ ആയിക്കോട്ടെ. ഇപ്പം ബ്രൗൺ ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു ഇച്ചിരിയും കൂടി ഒന്ന് ബ്രൗൺ ആയിക്കോട്ടെ. ജീരകം ഇട്ടു. നെക്സ്റ്റ് കുറച്ച് മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ഇടുക. എരിവ് വേണമെങ്കിൽ, ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് ഓപ്ഷനിലാണ്, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ മാത്രം ഇടുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതൊരു ഇച്ചിരി ആ പൊടിയൊക്കെ ഒന്ന് നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു 2 സ്പൂൺ പീനട്ട് ബട്ടർ ഇടുക. നിറച്ച് ഒരു 2 വലിയ സ്പൂൺ ഇടുക. അതായത് നമ്മുടെ ചിക്കൻ എന്തോരം ഉണ്ടോ അതനുസരിച്ച് ചേർക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി നാരങ്ങാ നീരും കൂടെ ചേർക്കാം. ആദ്യം ഒരു കാര്യം ചെയ്യാം, ബ്രൗൺ ഷുഗർ ഇടാവേ. എന്നാന്നോ, ബാക്കിയെല്ലാം ലിക്വിഡ് ഫോം ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിലിടുമ്പോൾ, ബ്രൗൺ ഷുഗർ ഇടുമ്പോൾ ഇതിലെല്ലാം സ്പൂണേൽ ഒട്ടിപ്പിടിക്കും. കുറച്ച് നാരങ്ങാ നീര്, ഒരു 2 സ്പൂണ് ഫിഷ് സോസ്. ഈ ഫിഷ് സോസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട, അത് മസ്റ്റൊന്നുമല്ല ചേർക്കണം എന്ന്. ഇപ്പം നമ്മൾ ശരിക്കും കപ്പലണ്ടിയൊക്കെ അരച്ച് ചേർക്കുന്ന ഒരു മണമില്ലേ, അതാണ് നല്ലോണം വരുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ഇറച്ചി ഇടുക. ഇറച്ചിക്കകത്ത് നമ്മൾ ഉപ്പ്, എരിവ്, പുളി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. പച്ചയ്ക്ക് നമ്മൾ വറുത്തെടുക്കുക ചെയ്തേ. അപ്പം എന്നാ ചെയ്യണം, നമുക്കിനി ഇറച്ചിക്കകത്തോട്ട് ഇതെല്ലാം പിടിക്കാനായിട്ട്
ഉള്ളി വഴറ്റാൻ നേരം മാത്രമേ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പക്ഷേ പീനട്ട് സോസിൽ പീനട്ട് ബട്ടറിൽ നല്ല ഉപ്പുണ്ട്. അത് നോക്കിയേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട്. എരു വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷണലായിട്ട് ഒന്നും പറയാൻ പറ്റിയല്ല. കാര്യം ഇതൊരു എന്താ പറയുക, ടു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷല്ല. ഇതിനകത്തോട്ട് ഈ തേങ്ങാപ്പാൽ, ഇത് പെട്ടെന്ന് ഒരു തിക്കാവും. പക്ഷെ നമുക്ക് ഗ്രേവി വേണം. അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ചിക്കൻ വേകാനായിട്ട് വെന്തു, പക്ഷെ എന്നാലും ഒരു ഹാർഡ്നെസ് ഉണ്ടാവും ആ ചിക്കന്. അതൊന്ന് മാറാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ പീനട്ട് ബട്ടറിൻ്റെതും നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് ആ ചിക്കനകത്തോട്ട് പിടിക്കണം എന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയലിട്ടേച്ച് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. അതിനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇതുണ്ടാക്കാൻ ഒത്തിരി എളുപ്പമാണ്. ബ്രൗൺ ഷുഗർ പാരം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇച്ചിരി പനങ്കൽക്കണ്ടോ, അതില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ശർക്കരയോ എന്നതേലും ഇട്ടാൽ മതി. ശർക്കരയും ബ്രൗൺ ഷുഗറും പനങ്കൽക്കണ്ടോ ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെയും സൈഡിൽ കൂടെ ഒരു ടേസ്റ്റ് വൈസ് പോകുന്നത് പനങ്കൽക്കണ്ടം മാത്രമേ ഉള്ളൂ. ബ്രൗൺ ഷുഗർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇടാനുള്ളത്. ഇത് രണ്ടും ഇല്ലേൽ നമ്മുടെ പഞ്ചസാര ഒരു ഇച്ചിരി കരിച്ച്, ഒത്തിരി കാരമലൈസ് ആക്കണ്ട, ഒരു ഇച്ചിരി കാരമലൈസ് ആക്കി ഒഴിച്ചേച്ചാലും മതി. ഇതൊക്കെ ഞാൻ ഓപ്ഷൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ടൗൺ വിട്ടു അല്ലെങ്കിൽ സിറ്റി വിട്ടു ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേന് ഈ വക കാര്യങ്ങളൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് ഞാനൊരു ഓപ്ഷൻ തന്നേ ഉള്ളൂ. ഇതൊക്കെ ഇട്ടാലും ഒരു കുഴപ്പവും ചെയ്യല, നല്ല ടേസ്റ്റാണ് വരുന്നത്. ഇത് എല്ലാം നമ്മൾ ചേർത്തു. ഇനി നമ്മുടെ ആ ഒരു എന്നാ പറയാ, വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ബ്രോക്കോളി ഒന്ന് വഴറ്റണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറിൻ്റെ ആ ഒരു എന്താ പറയുക, ഗ്രീൻ കളറങ്ങ് മാറിപ്പോവും. അപ്പം അതിലും ഭേദം നമ്മൾ ഈ എന്താ പറയുക ചിക്കൻ വേവാനിടുന്നില്ലേ, ആ സമയത്ത് അങ്ങിട്ട് കൊടുത്താൽ മതി. ബ്രോക്കോളി ശരിക്കും ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫ്ലവർ ആണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അഥവാ നമുക്ക് കിട്ടിയില്ല, ഇവിടെ എന്നാ പറയുക, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുക്കലൊന്നും ബ്രോക്കോളി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കോളിഫ്ലവർ ഇട്ടാൽ മതി. കോളിഫ്ലവർ ഇടുമ്പോൾ ഒരു ഇച്ചിരി ഒന്ന് ആ എണ്ണയിലോട് ഇച്ചിരി ഒന്ന് വഴറ്റിക്കോ. എന്നാൽ ആ കോളിഫ്ലവർ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ ഒരു മൂച്ച് ലെക്ചർ പോലെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കൽ ആവണമെങ്കിൽ ഞാൻ ഇതെല്ലാം ഇതിനകത്ത് ചെയ്തേലേ പറ്റുള്ളൂ. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മുടെ പനീർ സാത്തേ, അതായത് ചിക്കൻ സാത്തേ. പനീർ എപ്പോഴും വീട്ടിലുണ്ടാക്കി പനീറിനെ വായിൽ വരത്തുള്ളൂ. പക്ഷെ നമ്മുടെ ചിക്കൻ സാത്തേ കറി ഇവിടെ റെഡിയാണ്. ഇത് നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു വരുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഷീസ് മൈ ഗുഡ് ഫ്രണ്ട്. ഞാൻ സിനിമയിൽ വരുമ്പോഴത്തേക്ക് അന്ന് തൊട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഞങ്ങളൊക്കെ അന്നേരം ഭയങ്കര കൂട്ടാണ്. ഇന്നും ദൈവം അനുഗ്രഹിച്ച എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഞാൻ വിട്ടിട്ടില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇന്നും പോകുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ഫ്രണ്ട് വരുന്നത് ഒറ്റയ്ക്കല്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മോളുമായിട്ടാണ് വരുന്നത്. അത് ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫ്രണ്ടിനെ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. എന്നും നിങ്ങളുടെ വീട്ടിലെ സന്ധ്യയ്ക്ക് വന്ന് നിങ്ങളെല്ലാവരുടെയും വിശേഷം എന്നെക്കാട്ടിലും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാരും മറക്കാൻ ചാൻസ് ഇല്ല. ഇന്ന് വരുന്നത് കന്യയാണ്. കന്യനെ നമുക്ക് ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കാം. കന്യ, പിന്നെ എന്നാ ഉണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ നല്ല വിശേഷങ്ങളാണ്. കൊച്ചിനെ ഞാൻ ഒത്തിരി ചെറുതിലാകാണ്ട് അത് കഴിഞ്ഞ് ഇപ്പോഴാ കൊച്ചിനെ കാണുന്നത്. കൊച്ചു 6th പഠിക്കുന്നത് അല്ലേ? കൊച്ചു ഫേസ് ആ കൊച്ചിന് അല്ലേ? ക്യൂട്ട് ഫേസ്. ടച്ച് വുഡ്. അമ്മയെ പോലെയാന്നോ? ലിപ്പ് കുഞ്ഞ് ലിപ്പാ കൊച്ചിന്. സ്കൂളിൽ ഭയങ്കര മിടിക്കാന്നോ? ആന്നോ? അന്ന് ആര് പറഞ്ഞു? ടീച്ചേഴ്സ് പറഞ്ഞോ? മക്കള് ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പോ നിർത്തിയോ? ഒരു 1 year. അമ്മ മിണ്ടണ്ട, ഞാൻ കൊച്ചിനോട് ചോദിക്കുമ്പോ കൊച്ചു വർത്താനം പറഞ്ഞോളൂ. മക്കള് പറയടാ. ഡാൻസാ കൊച്ചു പഠിക്കുന്നത്? ഭരതനാട്യം, മോഹിനിയാട്ടം? ഭരതനാട്യം മാത്രം. പാട്ടും പഠിക്കോ? പാട്ടും പഠിച്ചിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിർത്തി?
കണ്ടിന്യൂ ചെയ്യണേ. കൊച്ചിന് നല്ല രസമാണ്, അതുകൊണ്ട് കൊച്ചിന്റെ മുടിയൊന്നും വെട്ടിയേക്കല്ല. ഫാഷൻ കൂടിയിട്ട് കൊച്ചിന് അങ്ങനെ തന്നെ മതി കേട്ടോ. എപ്പോഴും ശാലീന സുന്ദരിയായിരിക്കുന്ന നല്ല ഭംഗിയാട്ടാ ചൂട്. അമ്മച്ചിയും മമ്മയെന്ന് വെച്ചാൽ എന്റെ സിസ്റ്റർ, അവർക്കാണ് കൂടുതൽ ക്രെഡിറ്റ്. മോളിവിടെ അവരുടെ കൂടെയാണ്. ഓക്കെ, അപ്പൊ ഔട്ട് എന്നാ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്കും തന്റെ അനിയത്തിക്കോ? അല്ല, എന്റെ ചേച്ചി മമ്മയെന്നാ വിളിക്കുന്നത്. അമ്മയെന്നാ വിളിക്കുന്നത്, മമ്മ. ആ, അപ്പൊ മമ്മയ്ക്കും അമ്മച്ചിക്കും ഫുൾ ക്രെഡിറ്റ് കൊടുത്താൽ മതി. കൊച്ചിന് എന്നാ നല്ല ഗുണമുണ്ടോ അതെല്ലാം അവിടെ ഇത് ഔട്ട് കേട്ടോ. കൊച്ചിന് എന്നാ സന്തോഷം അടി കൊടുക്കും. വരട്ടോ? തല്ലോ അമ്മ? ചെറുതായിട്ട്. ചില സമയം അമ്മ ഇങ്ങനെ കണ്ണൊക്കെ വീഴ്ച നിൽക്കോ? ടിവിയിലൊക്കെ ഞങ്ങള് കാണുന്ന കൂട്ട് ഉണ്ടല്ലേ? കൊച്ചൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെ അമ്മ ദേഷ്യപ്പെടുത്തൊന്ന് കാണിച്ചു തന്നെ? എന്തിനാ ചെയ്തേ? അത്രയും പോരെ? ഈ കണ്ണൂട്ട് പോരെ? ഈ കൊച്ചിന്റെ കൊച്ചു കണ്ണില് കൊച്ചിങ്ങനെ നോക്കിയപ്പോഴേ മനുഷ്യൻ മേടിച്ചു പോകുന്നു. അന്നേരം അമ്മ ഇങ്ങനെ വരട്ടുന്നു അല്ലേ? പക്ഷെ ഓക്കെ, എന്നാലും നല്ലതാ. അമ്മ ശാസിച്ച് വളർത്തണം എന്നല്ലേ പറയുന്നേ. പിന്നെ എന്റെ ഫ്രണ്ടിന് എന്നാ ഉണ്ട് വിശേഷം? എന്താ പറയാ, മെഡ്രാസ് ജീവിതം, ട്രിവാൻഡ്രം ജീവിതം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലപ്പ അല്ലേ? ഇപ്പം തമിഴ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സീ തമിഴില്. ഒരെണ്ണം ഫിനിഷ് ചെയ്ത ഒരു സീരിയല്. ഇപ്പൊ ഒരെണ്ണം ഷൂട്ടിംഗ് നടക്കും. ടൈമില്ല ഇപ്പം? ടൈമുണ്ട്, ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന്. നമ്മുടെ പ്രോഗ്രാം ആകുമ്പോൾ നമുക്ക് ഫേവർ ചെയ്ത് പോവാലോ. പക്ഷെ എന്നാലും നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആകുമ്പോൾ നമ്മൾ അത്രയും ഡെഡിക്കേഷൻ വേണം. ഓഫീസ് കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? അങ്ങനെ ഇഷ്ടമല്ല ഓൺട്രപ്രണർ ആവാനൊന്നും ഇഷ്ടമല്ലേ? ഒരു പക്ഷെ അങ്ങനെ ആവാൻ മോടെ നില ഡ്രീംസിലാണ്, എന്റെ പേരിലാണ് പ്രൊഡക്ഷൻ. പുള്ളിയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയത്തുള്ളൂ. ഞാൻ കൂടുതൽ അങ്ങോട്ട് കൊളവാക്കുന്നത് ദൂരെ നിന്നാ മതി. ഒപ്പിടല് മാത്രമേ ഉള്ളൂ, അത് എന്നാത്തിനാന്ന് പോലും ചോദിക്കുകയല്ല. അല്ല, മോക്ക് ശരിക്കും ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരായിട്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് തമിഴ് സീരിയല് അദ്ദേഹത്തിന്, പുള്ളിയാണ് ഡയറക്ടർ, എൻ്റെ ഹസ്ബൻഡായിരുന്നു ഡയറക്ടർ. അപ്പം അതിൻ്റെ ടൈറ്റിൽ നീലവാനം. അവിടെ അതുകൊണ്ട് നില എന്ന് പേരിട്ടതാ അല്ലേ? ഒരു ഓർമ്മ വെച്ചിട്ട് ഇട്ടതാ. പക്ഷെ നില നല്ല പേര്, എവിടെയും കേട്ടിട്ടില്ല ഞാൻ. ഐ മീൻ അതല്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ പിള്ളേരുടെ ഇടയിലൊന്നും നമ്മൾ കോമൺ ആയിട്ട് നില എന്ന് പറയും. നില ഈസ് ഓക്കെ ഉണ്ട്. ഇത് നില. മോൾ ഒറ്റയ്ക്കാന്നോ വീട്ടിലകത്ത്? ഒരു സിസ്റ്റർ മോളുണ്ട്, സുരഭി. എന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നാ? അമ്മച്ചിയോട് വന്ന് ഇഷ്ടം കൂടി വന്ന് പറയുന്ന സാധനം എന്നാ? പെട്ടെന്ന് ചക്ക പറയും. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊന്ന് പറയാനുള്ളത്, എന്റെ മോൾക്ക് ഞാൻ ഇതുവരെ കോക്ക്, പെപ്സി ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് ഒന്നും വാങ്ങി കൊടുക്കാറില്ല. ഇതാണ് പിസ്സ, ഇതാണ് അല്ലെങ്കിൽ എന്താണ് അറിയാൻ വേണ്ടി മാത്രം എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങിക്കൊടു. അതെന്താണെന്ന് അറിയണമല്ലോ, അറിയാൻ വേണ്ടിയിട്ട്. അതിന് അവർക്ക് അത് വേണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. എന്റെ പ്രേക്ഷകർക്കും ഞാനൊരു അഡ്വൈസാണ്, മാക്സിമം കുഞ്ഞുമക്കളെ ഈ കോക്ക്, പെപ്സി ഇങ്ങനെയുള്ള സാധനം. ഞാൻ പിന്നെ ഒരു ഐഡിയ പറഞ്ഞു, പെപ്സി കോക്കൊക്കെ വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല സാധനമാണ്, നന്നായിട്ട് ക്ലീൻ ആവും. അത് കറക്റ്റാണ്, അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ല, ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, ആരെന്നകത്ത് ഏറ്റവും വലിയ പാചകം ചെയ്യുന്നത്? അമ്മമ്മയാണോ? അമ്മൂമ്മയാണ്. അമ്മയ്ക്ക് കൈപ്പുണ്യൊന്നുമില്ല? അമ്മച്ചി, എന്റെ അമ്മ നല്ല കുക്ക് ചെയ്യും. എനിക്ക് അതിൽ കുറച്ച് അറിയാം. നാടൻ ഭക്ഷണം. ഓക്കെ, അപ്പൊ തന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ താൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ? ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ചാനൽ ഇന്നാരെ വിളിക്കാൻ പറയുമ്പോൾ ഇന്ന ക്യാരക്ടർ, അവർ ഏത് ക്യാരക്ടർ കൊടുത്താലും ഒരു കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട്. പിന്നെ ഡ്രസ്സിങ്ങിലാണെങ്കിലും മറ്റുള്ള ഓർണമെന്റ്സിലാണെങ്കിലും അവർ പെർഫെക്റ്റ് ആണ് എന്നുള്ളവർ എന്നെ വിളിക്കും. ഓക്കെ, പിന്നെ അതല്ല എന്തെങ്കിലും ചെയ്താൽ മതി, ഡ്രസ്സിങ്ങിലും ഓർണമെന്റ്സും ഒന്നും ശ്രദ്ധിക്കാത്തൊരു ആർട്ടിസ്റ്റ് മതിയെങ്കിൽ അത് മതി. അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എന്നെ വിളിക്കും. ഓക്കെ, അപ്പം തന്നെ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അതിന്റെ എല്ലാം A to Z എല്ലാം ഞാൻ തന്നെ കോസ്റ്റ്യൂം ഡിസൈൻ എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഒരു ക്യാരക്ടർ എന്ന് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് എന്ത് ഡിസൈൻ ചെയ്യണം, എന്ത് ഓർണമെന്റ്സ് വേണം, എല്ലാം ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും. അവർ ഇതുവരെ അത് നോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വരുന്നതെല്ലാം കുറച്ച് റിച്ച് ക്യാരക്ടർ ആയിരിക്കും, അതുകൊണ്ട് അത് എന്നാലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സോഫ്റ്റ് ക്യാരക്ടർ ആണെങ്കിൽ ഇത്രയും
ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈയിടെ ചെയ്ത ക്യാരക്ടേഴ്സ് ഏത് ക്യാരക്ടർ ആണെങ്കിലും കുറച്ചൊരു റിച്ച് ക്യാരക്ടേഴ്സാ കൂടുതൽ ചെയ്ത്, ഇല്ലെങ്കിൽ കുറച്ചൊരു കുശുമ്പും കുന്നായ്മയും കൂടിയ ഒരു സാധനമായിരിക്കും. പൈസയോട് ഒത്തിരി തോന്നുന്നു ഞാൻ വല്ല സിമ്പതി ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ കെട്ടി ഒരുങ്ങി നിൽക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. കല്യാണം ആ കെട്ടി ഒരുങ്ങി നിന്നാ ഇങ്ങനെ ഒരു എടുപ്പായിട്ട് അപ്പൊ അവരെ ആ ക്യാരക്ടറിന് വിളിച്ചാൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാറ്റഗറൈസ് ആയി പോകുന്നു എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ 5 വർഷം 6 വർഷമൊക്കെ നമ്മുടെ ഓഡിയൻസ് നമ്മളെ അംഗീകരിക്കുകയല്ലേ. നമ്മൾ എന്ത് ചെയ്താലും അവര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് ദേ അക്സെപ്റ്റ് ദാറ്റ്. അല്ലാതെ അതിനകത്ത് വേറെ പക്ഷെ ചില സീൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈ. ഇപ്പൊ 10 സീനൊക്കെ ഒരു ദിവസം ചെയ്യാനും ചിലപ്പോൾ അയ്യോ ഒരു നല്ല സീനേ ഇല്ലായിരുന്നു. ചില ദിവസം നല്ല പെർഫോം ചെയ്യാനും നല്ല ഡയലോഗ് കിട്ടുമ്പോൾ നമുക്ക് ഒരു എനർജി, ഇതേ എനർജി ആയിരിക്കും നമ്മൾ അത്ര ദിവസം ചിലപ്പം ഒരു നോർമൽ ഇതായിട്ട് പോയിട്ട് ഒരു സീനിൽ ചിലപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ പറയാറുണ്ട്, അയ്യോ എന്തൊക്കെയാ ചെയ്ത് കാണിക്കണം, എന്തൊരു അതാന്ന് പറയുകയും ചെയ്യും. പക്ഷെ അയ്യോ നന്നായിരുന്നു കേട്ടോ, നല്ല അതങ്ങനെ ചെയ്യുന്നോണ്ടല്ലേ നമ്മളങ്ങനെ ചീത്ത പറയാനും പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയും പറയാറുണ്ട്. അതാണ് നമ്മുടെ ഓക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കന്യയുടെ എല്ലാം ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനത്തെയാ, ഒരു ഇച്ചിരി എക്സാഗ്രേഷൻ ഉള്ള സാധനങ്ങളാണ്. ഇപ്പം ഒരു സോഫ്റ്റ് ക്യാരക്ടർ വരുവാണെങ്കിൽ താൻ അങ്ങനെ ആ ഒരു സോഫ്റ്റിലേക്ക് മാറും. തീർച്ചയായിട്ടും. ശരിക്കും അമ്മേനെ അങ്ങനെ ഒരു സോഫ്റ്റ് കണ്ടിട്ട് കുറച്ച് നാളായി. ഞാൻ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ കഴിഞ്ഞ പ്രൊഡക്ഷനിൽ ഞാൻ ഒരു സോഫ്റ്റ് ക്യാരക്ടറാണ് പിടിച്ചൊരു സ്ത്രീ. പക്ഷെ മറ്റുള്ള ഡ്രസ്സിങ്ങിലെല്ലാം ഇതാണ്, പക്ഷെ ക്യാരക്ടർ വൈസ് പക്ഷെ ഇപ്പൊ സീരിയലിലൊന്നും അങ്ങനെ ഈ സാധാരണ സാരിയും ഒന്നും ഇല്ലാണ്ട് ഓർണമെന്റ്സും ഒന്നും ഇല്ലാണ്ടൊന്നും ആരും നിൽക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കാണാനാണ് നമ്മുടെ പ്രേക്ഷകര്. സത്യമായിട്ടോ ഇപ്പൊ കുറച്ചൊക്കെ നമ്മുടെ ഹിന്ദി ടച്ച് നല്ലോണം അല്ല, അത് തന്നെയാണ്. അതില്ല എങ്കിൽ നിൽക്കാൻ പറ്റും. ശരിയായി. കാരണം നമുക്ക് കിട്ടുന്ന സാലറിയിൽ പാതിയും ഓർണമെന്റ്സും ഡ്രസ്സും വാങ്ങാനേ ഉള്ളൂ. അല്ലെ, എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ. ഏതൊരു സ്ത്രീക്കാണ് ഒരുങ്ങാൻ ഇഷ്ടമല്ലാത്ത അല്ലെ? എല്ലാ സ്ത്രീകളും ഒരുങ്ങി നിൽക്കാൻ അവർക്ക് ഇഷ്ടം. അപ്പൊ എത്രയായാലും ഒരു കമ്മല് കണ്ടാലും നോക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഡ്രസ്സിങ് ചെയ്യുന്നു, അപ്പൊ അതിലും നന്നായിട്ട് നമുക്ക് ഡ്രസ്സിങ് ചെയ്യണം. അതാണ് കോൺഷ്യസ് ആണ് എല്ലാരും ഈ തമ്മി. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടാവും. അത് വേണം. അത് ഏതൊരു ആർട്ടിസ്റ്റിനാണേലും അത് വേണം. ഇപ്പം മറ്റൊരാൾ നല്ലൊരു കമ്മലിട്ട് അതിനെക്കാട്ടി നല്ല ബെസ്റ്റ് കമ്മൽ നമുക്ക് അടുത്ത് എവിടെയെങ്കിലും കാണുമ്പോൾ അത് വാങ്ങണം. അത് വാങ്ങി ഉപയോഗിച്ചില്ലെങ്കിലും വാങ്ങി വെക്കണം. ഏതെങ്കിലും വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാലോ. വാങ്ങി വെക്കും. ഇപ്പൊ എനിക്കിപ്പോ ഈ ഒരു ക്യാരക്ടറിന് അത് സൂട്ടബിൾ അല്ല എങ്കിലും ഒരു റെയർ കളക്ഷൻ കണ്ടാൽ ഞാനത് വാങ്ങി വെക്കും. ഇനിയിപ്പോൾ മലയാളം 2 ചെയ്യുകയാണെങ്കിൽ അതിൽ ഓർണമെന്റ്സും ഡ്രസ്സിങ്ങും എല്ലാം സെപ്പറേറ്റ് വെക്കേണ്ടി വരും. ഇതിലുപയോഗിച്ചത് അതിലുപയോഗിക്കില്ല. നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരു 2 സീരിയൽ അറ്റ് ടൈം നമ്മൾ മലയാളം ചെയ്യുകയാണെങ്കിൽ പല അല്ലല്ല ഇപ്പം സൂര്യയിലൊന്ന് ചെയ്യുന്നു അല്ലെ അമൃതയിലൊന്ന് ചെയ്യുന്നു, 2 ക്യാരക്ടറാണ്. ഇതിലെ സാരി എടുത്ത് അതിൽ ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഇതാണോ അതാണോ കൺഫ്യൂഷൻ ആവും. അതൊരിക്കലും പാടില്ല. നമ്മൾ ഇതിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം, എങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ താൻ കുഞ്ഞുനാള് പോലെ ഈ പറഞ്ഞ പോലെ ഫിലിമിൽ വരാൻ ഭയങ്കര ആഗ്രഹിച്ചു? ഇല്ല, എനിക്കൊരു സൂര്യപുത്രി എന്ന് പറയുന്ന ഫിലിമിൽ എനിക്ക് അങ്ങനെ ഒരു ഫിലിമോ സീരിയലിനെ പറ്റിയോ അതിലെ ഡ്രാമയെ പറ്റിയോ ഒന്നും ഒരു വിവരമില്ലാത്ത ഒരു ഫാമിലിയാണ്. അതിനൊന്നും ആരുമില്ല. പക്ഷെ എനിക്കൊരു പോലീസ് ആവണമെന്നായിരുന്നു. പോലീസാണ് ഏറ്റവും വലിയ ആൾക്കാരെന്നാണ് നമ്മുടെ വിചാരം. പോലീസുകാരി എവിടം വരെ എത്തി? ശരിക്കും പോലീസ് ആവണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഇവരൊക്കെയാണ് പിടിച്ചൊന്ന് വരുത്തിയെടുക്കും. അത് കാരണം ഇവരെ കാണുമ്പോൾ ഇവരാണ് നമ്മുടെ നാട്ടിൽ വലിയ ആൾക്കാർ, ഇവരാണ് എല്ലാരും വന്ന് വഴക്ക് പറയാനോ അടിക്കാനോ അധികാരം. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊള്ളാലോ എന്ന് വിചാരിച്ചാൽ അതിൽ കൂടുതൽ അതിനെ കുറിച്ചുള്ള നോളജ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പം കുഞ്ഞുനാൾ പോലെ ഒരൊറ്റ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലിക്ക് ചെല്ലണം എന്നായിരുന്നു ആഗ്രഹം. സൂര്യപുത്രിയിലെത്തിയത്? സൂര്യപുത്രി അല്ല, അതിന് മുന്നേ ഉണ്ട്. ഞാൻ ഫസ്റ്റ് കാരണം 10th എക്സാം കഴിഞ്ഞ് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ഡ്രാമയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ്. അപ്പോൾ ഡ്രാമ എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഈ പറഞ്ഞില്ലേ ഈ കലാപരമായിട്ടുള്ള എന്ത് സംഭവം നമുക്ക്. പക്ഷെ സ്കൂളിലൊക്കെ ഞാൻ ലൈറ്റ് മ്യൂസിക്, തിരുവാതിര അങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെയാണോ കൊച്ചു? മോളെല്ലാത്തിലും ആക്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അടൂർ പങ്കജം അമ്മ, എൻ്റെ വല്യമ്മയുടെ ഹസ്ബൻഡ് ഫ്രണ്ടാണ് അമ്മയുടെ ബ്രദർ.
അപ്പോൾ അവരുടെ ഡ്രാമയിലുള്ള ഹീറോയിൻ പെട്ടെന്ന് അവർ മാരേജ് എന്താണെന്ന് അറിയത്തില്ല. അപ്പം എനിക്കന്ന് 15 വയസ്സേ ഉള്ളൂ. പെട്ടെന്ന് അപ്പോൾ നല്ല സൈസാണ്, സാരിയൊക്കെ കൊടുത്താലും നല്ലൊരു ആളായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആരുമില്ല, എന്ത് ചെയ്യണം ഏതാണ്. അപ്പോൾ എൻ്റെ വല്യച്ഛൻ പറഞ്ഞു, ഈ നമ്മുടെ ഒരു മോളുണ്ട്, അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ആക്സിഡൻ്റ് എന്ന് പറയാം, ആ ഡ്രാമയിൽ ആക്ട് ചെയ്തു. ആ ഡ്രാമയിലെ 6ാമത്തെ സ്റ്റേജ് നമ്മുടെ ടാഗോർ തിയേറ്ററിലായിരുന്നു. അത് അവാർഡ് ഇതായിരുന്നു. അതിലെനിക്ക് ബെസ്റ്റ് സഹനടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഫസ്റ്റ് സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, പക്ഷെ അത് ഹീറോയിൻ ക്യാരക്ടർ ആയിരുന്നു, ഒരു സോഫ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. നമുക്ക് ആ ശിവറി കൊണ്ട് ചില ഡയലോഗ്സ് ഒക്കെ കറക്റ്റിന്റെ പുറകെ നിന്ന് പറഞ്ഞു മറന്നു. അയ്യോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ 6ാമത്തെ സ്റ്റേജ് സ്റ്റേറ്റ് അവാർഡ് അതായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ദൂരദർശന് വേണ്ടിയിട്ടൊരു ടെലിഫിലിം, ഞാനും ഉർവശേച്ചിയുടെ ബ്രദർ കമലുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഹീറോയിൻ, അത് ചെന്നൈയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. അതിനുവേണ്ടി ഞാൻ ചെന്നൈയിൽ പോയി. അപ്പോൾ അവിടെ വെച്ച് ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ബാബു ജോസഫ് ക്യാമറമാൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ളവർക്ക് അറിയോ എനിക്കറിയില്ല, അദ്ദേഹം ഇപ്പം അമേരിക്കയിൽ സെറ്റിൽഡാണ്. അവർ ഒരു ഫിലിം എടുക്കുന്നു. അപ്പോൾ അതിലൊരു ആർട്ടിസ്റ്റിനെ വേണം, ഹീറോയിനെ വേണം. അപ്പോൾ അങ്ങനെ അവർ ആ ലൊക്കേഷനിൽ വരുമ്പോൾ എന്നെ കാണുന്നു. കണ്ടപ്പോൾ എൻ്റെ ആക്ടിങ് ഒക്കെ കണ്ടിട്ടായിരിക്കും അവർക്ക് ഇഷ്ടമായി, അവിടെ വെച്ച് തന്നെ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫിലിമിൽ എൻട്രി ആയത്. അല്ലാണ്ട് ചാൻസിന് വേണ്ടി പോകും അങ്ങനെയൊന്നും അങ്ങനെയല്ല. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായി ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താനുള്ള ഒരു നിമിത്തം നമ്മുടെ തലയിൽ ദൈവം വരച്ചിട്ടുണ്ട്. ഫാമിലിയിൽ വേറെ ആർക്കും ഇഷ്ടമല്ല? ആർക്കും ഇഷ്ടമല്ലെന്ന്. അമ്മയ്ക്ക് ഇതിലൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ അപ്പൊ ആദ്യം തിയേറ്ററിലൊക്കെ ചെയ്യുന്നു ഇല്ല. അച്ഛൻ അങ്ങനെ നമ്മുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്തഡോക്സ് ആയിട്ട് നോക്കുന്ന ഒരു വ്യക്തികളല്ലേ. അങ്ങനെ നോന്നും പറയുന്നില്ല, പക്ഷെ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു അങ്കിള് ചെന്നൈയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെന്നൈയിലോട്ട് ഈ അന്നൊക്കെ വന്നിട്ട് സീരിയലും സിനിമയും എല്ലാം ചെന്നൈയിലായിരുന്നു, ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ താമസമായി, അങ്ങനെ ഇവിടെ വരെ എത്തി. അപ്പൊ കുഞ്ഞുനാള് മുതലേ ഉള്ളിലൊരു ആക്ട്രസ് ഇങ്ങനെ അമ്മയുടെ കിടപ്പുണ്ട് അല്ലേ? തനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതെ, കുഞ്ഞുനാള് മുതലേ അങ്ങനെ ഡാൻസ് പഠിച്ചിട്ട് ഈ സ്കൂളിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. തനിക്ക് പറ്റാതെ പോയ ഏതെങ്കിലും ഒരു സാധനം, ഡാൻസോ എന്തെങ്കിലും, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇവളിൽ കൂടി നേടണം എന്ന് വിചാരിച്ച ഏതെങ്കിലും ഒരു കാര്യമുണ്ട് തന്റെ ലൈഫിൽ പറ്റാതെ പോയ? ഇല്ല, നമുക്ക് പറ്റാതെ പോയ കാര്യം നമ്മുടെ കുഞ്ഞ്, അത് അവർക്ക് ലക്കുണ്ടെങ്കിൽ. എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്ക് മിക്ക അവരുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്ന മക്കളിൽ കൂടിയാണ്. ഈവൻ ചിലപ്പോൾ സ്റ്റേറ്റ് അവാർഡ്, ഒരു നാഷണൽ അവാർഡ്. അപ്പൊ അവളെ ആക്ട്രസ് ആക്കുവാന്നോ? ഇഷ്ടം പോലെ. ഇഷ്ടടാ ഡോക്ടറും ടീച്ചറും ഉണ്ട്. ടീച്ചറോ? ഇഷ്ടമാണോ കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിക്കാന്? അല്ലെങ്കിൽ തന്റെ ആഗ്രഹം എന്തായിരുന്നു ഉള്ളിൽ അവളൊരു ആക്ട്രസ് ആക്കണം എന്നായിരുന്നു? നാഷണൽ അവാർഡ് അങ്ങനെ അതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അവളിൽ നിന്ന്. ആവുന്നെങ്കിൽ ആവട്ടെ. ഓക്കെ. ഇപ്പൊ കന്യ ശരിക്കും താൻ എല്ലാ ആക്ടറിലൂടെയും അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്ക, ലാലേട്ടൻ, എല്ലാവരുടെയും. ശരിക്കും ഒരു ഒന്നിനൊന്ന് നമുക്ക് ഒരാളെ. ലാലേട്ടൻ്റെ ഫിലിമിലൊന്നും ഞാൻ ഒന്ന് ചെയ്യാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നു. ഞാൻ വർക്ക് ചെയ്തില്ല. മമ്മൂക്കയുടെ പോക്കിരി രാജ, പ്രജാപതി, പോക്കിരി രാജ. ഇനി ലേറ്റസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഫിലിം ഒന്നും എല്ലാം സീരിയലിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി എന്താണെന്ന് വെച്ചാൽ അതിൽ മെയിൻ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ സീരിയൽ ആർട്ടിസ്റ്റിനെ ഒന്നും നമ്മുടെ മലയാള ഫിലിമിന് വേണ്ടല്ലോ. ഇവിടെ നല്ല പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും തെലുങ്കിലും ഹിന്ദി, അത് ശരിക്കും ഒരു ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരു പരാതിയല്ലേ. തമിഴ്, അവിടെ സീരിയൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് സീരിയൽ സിനിമ ചെയ്യിപ്പിക്കുന്നത്. അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല. ഇവിടെ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എത്രയോ ടാലന്റ് ഉള്ള ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ. പിന്നെ ആക്ട്രസ് എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും ആർക്ക് വേണ്ട, അംഗീകരിക്കുന്നില്ല. റിയാക്ട് ചെയ്തിട്ടില്ല. അത് റിയാക്ട് ചെയ്യാണ് ഞാനിപ്പോ. നമ്മുടെ ഇവിടെ എല്ലാ ആക്ടറോടും വലിയ വലിയ ഹീറോയിൻ മറ്റു ഹീറോയിൻസിൻ്റെ അടുത്ത് പറയാം, പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നതാണ്. നമ്മുടെ ഇവിടെ ഉള്ള ആക്ട്രസിന് ഇപ്പം അതും ലേഡീസിനാണോ കൂടുതലും പ്രോബ്ലംസ്. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ആരും അംഗീകരിക്കുന്നില്ല.
അത് സീരിയൽ 2 സീരിയലിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അവര് സീരിയൽ ആർട്ടിസ്റ്റാണ്, സീരിയൽ വന്നു പോയിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് വേണ്ട. അതെന്താണ് കാരണം? പക്ഷേ ഞങ്ങളെ സീരിയൽ ആർട്ടിസ്റ്റിന് 5-6 വർഷം ഒരേ ടൈമിൽ ഞങ്ങളെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു സിനിമയൊക്കെ ചിലപ്പോൾ വന്നിട്ട് ചിലപ്പോൾ കാണാതെ പോകും അല്ലേ? പക്ഷെ അത് കഷ്ടപ്പെട്ട ഒരു ലക്കാണ്. സിനിമയാണേലും സീരിയലാണേലും ഈ ഒരു പ്രോഗ്രാം ആണേലും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ നിറയെ ആർട്ടിസ്റ്റുകൾ വർക്ക്, ഇപ്പം ഞാനൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അതിൻ്റെ ഫീൽ എനിക്ക് അറിയില്ല, വർക്കില്ലാതിരിക്കുന്നതിൻ്റെ ഫീൽ എനിക്കറിയില്ല. പക്ഷെ എത്രയോ ആർട്ടിസ്റ്റ് 10-15 വർഷമായിട്ട് ഇവിടെ വർക്കില്ലാണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ അവരെയൊക്കെ വിളിച്ചു ഒരു ഇയർലി വൺസ് എങ്കിലും ഒരു ചാൻസ് കൊടുക്കാം? ഓക്കെ, ഇപ്പൊ 15 വർഷമായിട്ട് ക്യാരക്ടർ ഇല്ലാതിരിക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അഭിനയിക്കാതിരിക്കുന്നതെന്ന്. പക്ഷെ അവർക്ക് സീരിയലിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഈ പറയുന്ന പോലെ അവർ ട്രൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ആത്മയിലോ അമ്മയിലോ ഒക്കെ മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ഇയർലി വൺസ് ഒരു ഫിലിമിലോ അല്ലെ ഒരു 2 years വർക്ക് ചെയ്യാത്തവരൊക്കെ വിളിച്ച് എന്തെങ്കിലും ഒരു ക്യാരക്ടേഴ്സ്. അത് ശരിക്കും കന്യ പ്രതിഷേധിക്കുന്ന ഡയറക്ടേഴ്സിനടുത്തും പ്രൊഡ്യൂസേഴ്സിനടുത്തും രണ്ടുപേരെടുത്തോളും. ഇപ്പൊ ഇവിടുന്ന് ന്യൂജൻ ഡയറക്ടേഴ്സൊക്കെ എല്ലാം പുതിയ ആൾക്കാരെ കൊണ്ട്, പഴയ ആൾക്കാരെയൊന്നും അവർക്ക് അറിയില്ല. അല്ല, ഇപ്പൊ അത് അവര് പിന്നെ ഈ നമ്മുടെ അമ്മ എന്നുള്ള ഒരു സംഘടനയില് നോക്കണം, നോക്കി അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ലിസ്റ്റ് എടുക്കണം. ഇന്ന ഒരു ക്യാരക്ടറിന് ഇവർക്ക് കൊടുക്കാം അല്ലെ ഇവർക്ക് കൊടുക്കാം വേണം. ഈ ശരിക്കും പറഞ്ഞാൽ പരിഗണിച്ചില്ലെങ്കിൽ പോലും അവരൊരു പെൻഷൻ സ്കീം പോലെ ഒരു പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. അമ്മ നമ്മുടെ ആർട്ടിസ്റ്റ് അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഇത് അമ്മയിലെ മെമ്പർ ആണെങ്കിൽ അയ്യോ നമ്മൾ കേരളത്തിലെ ഒരു ആക്ടറാണ്, ആക്ട്രസ് ആണെന്ന് സർട്ടിഫിക്കറ്റ്. അപ്പം ഈ വലിയ ക്യാരക്ടറോ അല്ലെങ്കിൽ വലിയ സ്ക്രീനോ ചെറിയ സ്ക്രീനോ ഒന്നുമില്ല, എല്ലായിടത്തും ഇവിടെ വന്നിട്ട് വലിയ സംഭവമായിട്ട് അഭിനയിക്കണമെന്നല്ല. ചിലപ്പോൾ അവിടെ ഡയറക്ടർ കയ്യിലാണല്ലോ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഇത്ര മതി, ഇത് കൂടുതൽ ഇനി വേണം, അത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുകൊടുക്കും, അത് വേറെ കാര്യം. അപ്പൊ എപ്പോഴും ശരിയായ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എപ്പോഴും ഡയറക്ടർക്ക് വേണ്ട ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കാനുള്ളത്. കാരണം എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഡയറക്ടേഴ്സ് എല്ലാം പറയുന്ന ഒരു എക്സാഗ്രേഷൻ ഇടാൻ പറയുമ്പോൾ കൂടുതൽ അവർക്ക് സന്തോഷം. അമ്മ ഇപ്പൊ ഈ ഇടയില് അഭിനയിച്ചതെല്ലാം ആന്റി പറഞ്ഞില്ലേ കുറച്ച് എക്സാഗ്രേറ്റഡ് ആയിട്ട് അഭിനയിച്ചത്. അന്നേരം അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അഭിനയിച്ചപ്പോ ഒക്കെ? അമ്മയുടെ ചോദിക്കും ഉപദ്രവിക്കുമ്പോ പറയാം അമ്മ എന്തിനാമ ഇങ്ങനെ, അയ്യോ കുഞ്ഞിന് ഭയങ്കര വിഷമമുണ്ടാവും, നല്ല കാശ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ വിടും. അല്ല ശരിക്കും കന്യ എന്ത് ചോദിച്ചാലും ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അപ്പുറം ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് ഈ മനസ്സിൽ വെച്ചിട്ട് പാരപണിയുന്ന സ്വഭാവമില്ല, ഉള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. അല്ല അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആസ് ഫാർ ആസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ളത് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ ഒരുപാട് ബാധിക്കുമല്ലേ നെഗറ്റീവ് പവേഴ്സ്? ദൈവം തീരുമാനിക്കും. ഞാൻ ഇന്നിവിടെ വന്ന് ഈ ചപ്പാത്തി ചിക്കനും കഴിക്കണമെന്ന് ദൈവം തീരുമാനിച്ചല്ല, ഞാൻ തീരുമാനിച്ചോ ആനി തീരുമാനിച്ചോ ഇവിടെ ഇരിക്കുന്ന ആരും തീരുമാനിച്ചല്ല. എനിക്ക് കിട്ടാനുള്ളത് അതിന് ഞാൻ എന്ത് തരികട കാണിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് കിട്ടും. അതത്രേ ഉള്ളൂ. നമുക്ക് നമ്മള് സ്റ്റേറ്റ് ഫോർവേഡാണ്, നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യാണ്ടിരിക്കുക, നമുക്ക് കിട്ടാനുള്ളത് ആ വഴി ഇങ്ങ് വന്നോളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്, അദ്ദേഹം നല്ല എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, പാവ മനുഷ്യനാണ്. കവിതാ ഭാരതി അതെ സീരിയൽ പുള്ളി ഡയറക്ടറായിരുന്നു, ഞാൻ ഹീറോയിൻ ആയിരുന്നു. വഴക്കായിരുന്നു ഫസ്റ്റ് രണ്ടുപേരും കൊണ്ട് ഉടക്കിയാണ്, പിന്നെ അങ്ങനെ. അല്ല അച്ഛൻ്റെ അമ്മയുടെ ലവ് അഫെയർ കേട്ടിട്ടുണ്ടോ? കഥ കേട്ടിട്ടുണ്ടോ? അമ്മയൊന്ന് പറഞ്ഞു, ഞാനും കൊച്ചിനും കൂടെ കേൾക്കാറുണ്ട്. ഒന്നുമില്ല, ഇങ്ങനെ ഒരു വഴക്കിലാണ് രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്. ആയിട്ട് ആരെ പ്രപ്പോസ് ചെയ്ത? അദ്ദേഹം തന്നെ. ചുമ്മാ നോണേ അച്ഛയോട് പോയി ചോദിക്കണേ, അച്ഛ ആയതാന്നാല. ഇവിടെ അമ്മ ഇരിക്കുന്നതിന് അമ്മ പറയാ അച്ഛയാ, അവിടെ അച്ഛൻ പറയാ ഇല്ല അമ്മയാന്ന് പറയും. അച്ഛൻ തന്നെ. അപ്പൊ അമ്മ നോ പറഞ്ഞില്ല? ഇല്ല, നോ പറഞ്ഞതല്ല, കുറച്ച് ടൈം എടുത്തു പറയാനും. കുറച്ച് പുള്ളിയെ ഇച്ചിരി പ്രയാസപ്പെടുത്തി? അങ്ങനെയൊന്നുമില്ല,
യെസ് ആണെങ്കിൽ പിന്നെ അതങ്ങ് പറയാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് പോയാലെന്താവും. പക്ഷെ എന്നാലും നല്ലല്ലേ, അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി. പുള്ളി മലയാളിയല്ലേ? ഇല്ല, തമിഴാണ്. തമിഴ് സീരിയൽ ചെയ്തപ്പോ തമിഴ് സീരിയൽ. പുള്ളി ഭാരതിരാജ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ രാധിക മാമിന്റെ ചിത്തി എന്ന് പറഞ്ഞ അതിലെ റൈറ്ററായിരുന്നു. ചിത്തി ഭയങ്കര ഹിറ്റായ ഒരു സീരിയലാണ്. പിന്നെ അങ്ങനെ ഡയറക്ഷൻ, പിന്നെ എഴുതും, കവിത എഴുതും, റൈറ്റിംഗ് ഉണ്ട്, ഡയറക്ഷൻ, ഇപ്പോൾ പ്രൊഡക്ഷനിൽ വന്ന് നിൽക്കുന്നു. അച്ഛനും അമ്മേനെ കൂടെ നിൽക്കാനാണ് മുത്തശ്ശിയോട് നിൽക്കാനാണ് ഇഷ്ടം? അത് വിട്ടു പോരുതേ. നിങ്ങളോട് ഞാൻ ചോദിച്ചില്ലല്ലോ, കൊച്ചിനോടല്ലേ ചോദിച്ചേ? വേഗം പറഞ്ഞോ. ഇപ്പഴത്തെ അച്ഛൻ, അമ്മ, ഇപ്പഴത്തെ അമ്മച്ചി, ഏതാ ഇഷ്ടം? അമ്മയെ നോക്കണ്ട, അമ്മ അടി വാങ്ങിക്കും. അമ്മ എന്നെ നോക്കിയാ മതി, കൊച്ചിനെ നോക്കുക ചെയ്യരുത്. ആരാടാ ഇഷ്ടം? ഞാൻ മാത്രമേ കേട്ടുള്ളൂ, അമ്മ കേട്ടില്ല കേട്ടോ. അതാ നല്ലേ. ഓക്കെ, സാരമില്ല, നിങ്ങളൊന്നും കേട്ടില്ലല്ലോ. ഞാനും കൊച്ചും കൂടെ പറഞ്ഞ സീക്രറ്റ് അല്ലേ? അതുകൊണ്ട് നമ്മള് മാത്രം കേട്ടാ മതിയെ. ചിലപ്പോ ചില പ്രേക്ഷകരും കൂടെ കേട്ട് കാണും, അത് മാത്രം നോക്കണം. എന്തായാലും അമ്മ കേട്ടില്ല, വിട്ടേക്ക്. അച്ചായുടെ അടുത്ത് പറഞ്ഞേക്കാം നമുക്ക്. അച്ചായുടെ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊച്ചു പറഞ്ഞു തന്നല്ലേ? ഓക്കെ, ഞാൻ ഫുൾ സപ്പോർട്ട്. ഓക്കെ, പക്ഷെ എന്തായാലും ഒരു കാര്യം, അമ്മ കഴിക്കുന്ന സമയം ഗുരുക്കന്മാരെ എല്ലാം നമിച്ചുകൊണ്ട് വേണമല്ലോ പറയാൻ. എച്ചില് വായോടുകൂടി പാട്ട് പാടാൻ പറ്റില്ല. അപ്പൊ എന്തെല്ലാം പാട്ട് പാടും കഴിക്കുന്നതിന് മുമ്പ്? ഏത് പാടാ? പഴയ പാട്ടാ, അമ്മ പഠിപ്പിച്ചതാണ്. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ ഹാരക്കോടി തരൂ കാണാതെ, നിന്നിഴലായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ ഹാരക്കോടി തരൂ. മുത്തിനുള്ളിലൊതുങ്ങും പൂമാരൻ കന്നിക്കൈകളിലേന്തി നവലോകങ്ങൾ, 1000 ശിരകളുണർന്ന വിലാസഭാവമായി വിരയി നീ വിധുവായി നീ ഉണരുമ്പോ, താരിളകുമ്പോ ഞാനുണരുമ്പോൾ, താരിളകുമ്പോൾ മുത്തണിയുന്ന മനോലതയിൽ ഗന്ധർവരാഗമാ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ ഹാരക്കോടി തരൂ കാണാതെ, നിന്നിഴലായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ ഹാരക്കോടി തരൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, കന്യ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ താനും മോളും കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം. ഡോണ്ട് മിസ് ഇറ്റ്. ശരിക്കും സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാ. ഒരു നല്ലതല്ലേ ഒരു അമ്മയും മോളും പാടുക എന്ന് പറയുന്നത്. അതിന് വേണ്ടി ഇപ്പൊ താൻ ഈ കൊച്ചിനെ പാട്ട് പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താ? അല്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പഠിപ്പിച്ചു. ചേച്ചിക്ക് ഇഷ്ടമല്ല കലയോട്? അവർക്കൊക്കെ ഇഷ്ടമാണ്, ചേച്ചിയൊക്കെ പാടും കുറച്ച്. എല്ലാവരും ഈ അല്ലല്ല, അവർക്കൊന്നും അതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റ്. എന്തായാലും അമ്മയ്ക്ക് മാത്രമേ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ വരാനായിട്ട്. ഫിലിം സീരിയലിലൊക്കെ കാണുമ്പോൾ അമ്മ വിൽ ബി സോ ഹാപ്പി അല്ലേ? അമ്മ എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയും? അതൊക്കെ പറയും. അത് ശരി, അമ്മ വല്ല കുറ്റങ്ങൾ കണ്ടുപിടിക്കാനേ നോക്കുള്ളൂ. നീ അത് ചെയ്ത് നന്നായി അങ്ങനെ പറയാറില്ല. അത് കുറച്ചുകൂടെ അങ്ങനെയൊക്കെ പറയും. അമ്മമാരെല്ലാരും അങ്ങനെ തന്നെയാ. പക്ഷെ ഫ്രം ദ സിൻസിയർ ഹാർട്ട് അത് ശരിക്കും നമുക്ക് ആ തെറ്റ് തിരുത്താനാവും. അല്ലെങ്കിൽ നമ്മൾ ഒരു പൊട്ടെടുത്ത് വെക്കുമ്പോ പെട്ടെന്ന് ചില സീരിയൽസ് കണ്ടിട്ട് കുഴപ്പമില്ലായിരുന്നു, ഇന്ന് നന്നായിരുന്നു, അപ്പൊ നമ്മളെന്തോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യല്ലോ ഒരു കാര്യം. അമ്മ അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ അന്നേരം വിചാരിക്കും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കാണും, അതുകൊണ്ടായിരിക്കും. കാരണം അമ്മ കുറെ നാൾ എന്റെ കൂടെ നടക്കും. നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അമ്മ കൂടെ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ
നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അങ്ങനെയൊക്കെ പോകുന്നു. ഐശ്വര്യോഗ്യം ഈശ്വരൻ ഒരുപാട് കൊടുക്കട്ടെ. കാര്യം അമ്മമാരെന്നും നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വലിയൊരു സപ്പോർട്ടാ. ഈവൻ നട്ടല് പോലെയാ നമ്മുടെ ഒരു കാര്യം അല്ലേ. നമുക്ക് അമ്മ എന്ന് പറയുമ്പോ എന്റെ മോളെ ആണേലും ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ ഉണ്ടായിട്ടല്ലേ. സത്യം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വേറെ എവിടെ നമുക്ക് ആ ധൈര്യം വരും അല്ലേ. അമ്മ എന്ന് വിളിക്കുന്ന അതിനകത്തെല്ലാം ഉണ്ട്. നത്തിങ് മോർ ദാൻ ദാറ്റ് അല്ലേ. ഇന്ന് പാട്ട് പാടി ഇനി ഭക്ഷണം കഴിക്കാം. എന്തായാലും കാര്യം സോ ഹാപ്പി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നത്. അതെനിക്ക് താൻ വന്നേലും സന്തോഷം, എന്റെ കൊച്ചു വന്നേലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ബിക്കോസ് പിള്ളേർ വരുമ്പോൾ എനിക്ക് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രേക്ഷകരുമായിട്ട് ഒരുപാട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാ. പക്ഷെ നമ്മളുടെ ഒരു പ്രോഗ്രാമില് നമ്മുടെ മക്കള് വരുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഐ എം സോ ഹാപ്പി. ആൻഡ് അവർക്ക് വേണ്ടി എനിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഇനി വരണേ അമ്മയുടെ കൂടെ. ഇനി വലുതായി കുറച്ചുകൂടെ വലുതായി വലിയ ഹീറോയിൻ ആയിട്ട് അമ്മ പറയുന്ന പോലെ ഒരു എന്താ പറയുക നാഷണൽ അവാർഡൊക്കെ മേടിക്കും. ആൻറ്റി ഇവിടെ വിളിക്കും. അപ്പൊ വരണം. ഓക്കെ, വന്നിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയണം. ഓക്കെ, സാറിനോട് ഞങ്ങളുടെ അന്വേഷണം അറിയിക്കാം. മലയാളി അങ്ങോട്ട് ചെന്ന് സാറിനെ ഇപ്പൊ മൊത്തം കൺഫ്യൂഷൻ ആക്കി വെച്ചേക്കല്ലേ. ഇല്ല, പുള്ളി മലയാളം നന്നായിട്ട് പറയും. കാരണം ലാംഗ്വേജ് പഠിക്കാൻ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തെലുങ്ക് സീരിയലൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ തെലുങ്ക് ചെയ്തില്ലേ? 4 ലാംഗ്വേജസ്, കന്നഡം, തെലുങ്ക്, നന്ദിനി 4 ലാംഗ്വേജ്. കന്നഡ തെലുങ്ക് കൂടെ ഈസിയാണ്. കന്നഡം ഭയങ്കര കടകട. അതാണ് പഠിച്ച് പറയേണ്ടത്. അത് രണ്ടും ഓൺ ദ സ്പോട്ടിൽ. മലയാളമല്ല, തമിഴും കന്നഡവും ഓൺ ദ സ്പോട്ടിൽ. ഡബിങ് അല്ല, ഓൺ ദ സ്പോട്ട്. നമ്മൾ മലയാളം പറയുന്ന പോലെ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ കന്നഡത്തിൽ ഡബിങ് ചെയ്യാൻ പാടില്ല. അവർ ഓടിക്കും. ഫിലിം സീരിയൽ ഒന്നും ഡബിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഡബിങ് സീരിയലോ ഡബിങ് ഫിലിം ഒന്നും ഡബ് ചെയ്ത് അവിടെ റിലീസ് ചെയ്യാനോ ടെലികാസ്റ്റ് ചെയ്യാനോ പറ്റില്ല. ഓൺ ദ അവർ തന്നെ ആർട്ടിസ്റ്റ് ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അയ്യോ കുറച്ച് പാടും. ആദ്യം പറഞ്ഞത് ചീത്തയാണ് പറഞ്ഞത്. ഞാൻ അത് പറയാൻ പറ്റൂല. ഭയങ്കര ചീത്തയാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ അതിലങ്ങ് ലൈവായി. ഓക്കെ, അങ്ങനെ 4 ലാംഗ്വേജസ് അത് ചെയ്തു. തെലുങ്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. തെലുങ്ക് ഈസിയാണ്. തെലുങ്ക് പാതി കുറച്ച് നമ്മുടെ മലയാളം ടച്ചൊക്കെ വരും. കന്നഡ ഭയങ്കര ശരി പാടാല. പക്ഷെ എന്തായാലും ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ സുകുമാരിയമ്മ ഇങ്ങനെ പാറി പറന്ന് നടന്നതുപോലെ താൻ എല്ലാ ലാംഗ്വേജിലും ഈ പറഞ്ഞ പോലെ ദൈവം ആയുസ്സും ആരോഗ്യവും ഒരുപാട് തന്ന് നല്ലൊരു അഭിനേത്രി ആവട്ടെ. സുകുമാരിയമ്മയാണ് ഏറ്റവും കൂടുതൽ അംഗീകരിച്ചാൽ ഈവൻ ടു ദ ലാസ്റ്റ് ബ്രെത്ത് അഭിനയിച്ച ഒരമ്മ എന്ന് പറയുന്നത് സുകുമാരിയമ്മ മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു വലിയ ആർട്ടിസ്റ്റ് അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഉണ്ടാവട്ടെ. അത്രേ ഉള്ളൂ. അതിന് ദൈവം തമ്പുരാനോട് ഞാനും എന്റെ പ്രേക്ഷകരും എല്ലാവരും പ്രാർത്ഥിക്കാം. വന്നേല് ഒരുപാട് സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് ടു യു. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരുടെ വിശേഷങ്ങൾ അറിഞ്ഞു, നമ്മുടെ കറി കണ്ടു. പുതിയ വിശേഷങ്ങളും പുതിയ രുചികളുമായിട്ട് പുതിയ അതിഥികൾ വരുന്നത് പോലെ പുതിയ ഗസ്റ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും കാണണം. ടിൽ ദെൻ, ഗുഡ് ബൈ.